ഹായ് ഓൾ, ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ന്യൂസിലാൻഡ് ഓസ്കീനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ UK, അയർലൻഡ് പോലെയുള്ള രാജ്യങ്ങളിൽ നമ്മുടെ നഴ്സസിന്റെ സ്കിൽ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ് ഓസ്കി എക്സാമിനേഷൻ. ഇറ്റ് മീൻസ് ദാറ്റ് ഒബ്ജക്റ്റീവ് സ്ട്രക്ചർഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ എന്നാണ് ഓസ്കിനെ പറയുന്നത്. സോ നമ്മുടെ ന്യൂസിലാൻഡിൽ ഇപ്പൊ പുതിയതായിട്ട് ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ കൊണ്ടുവന്ന ഒരു ചേഞ്ച് ആണ് ന്യൂസിലാൻഡ് ഓസ്കി. സോ ഐ എം ഗോണ ഷെയർ എ ഷോർട്ട് വീഡിയോ അബൌട്ട് ദാറ്റ്. മെയിൻ ആയിട്ട് ഈ ഒരു ഓസ്കി എക്സാമിനേഷനിൽ 10 സ്റ്റേഷനുകളാണുള്ളത്. എസ്പെഷ്യലി ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് ഫസ്റ്റ് സ്റ്റേഷനായ ഫിസിയോളജിക്കൽ എക്സാമിനേഷനെ കുറിച്ചിട്ടാണ്. എന്റെ പേര് നീതു ആൻഡ് വെൽക്കം ടു മൈ വീഡിയോ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ക്ലിനിക്കൽ സെറ്റപ്പിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇസ്ബാർ. I means identify, S means situation, B means background, A means assessment and R means recommendation. ഇതാണ് ഇസ്ബാറിന്റെ ഫുൾ ഫോം. ഐഡന്റിഫൈ എന്നത് നമ്മൾ മെയിൻ ആയിട്ട് പേഷ്യന്റിന്, അതായത് പേഷ്യന്റ് നെയിം, ഏജ്, ജെൻഡർ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ കുറിച്ചിട്ടും നമ്മുടെ പേര്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് നമ്മുടെ ഡെസിഗ്നേഷൻ, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് നമ്മൾ കോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഐഡന്റിഫൈ എന്നുള്ള കാര്യത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എസ് മീൻസ് സിറ്റുവേഷൻ, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ പേഷ്യന്റിന്റെ ഒരു കാര്യം നമ്മൾ എസ്കലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പേഷ്യന്റ് റെഫർ ചെയ്യുന്നത്. ചിലപ്പോൾ പേഷ്യന്റ് ഒരു ഹൈ ഫീവർ ആയിരിക്കാം, അതായിരിക്കാം റീസൺ നമ്മൾ സിറ്റുവേഷൻ ആയിട്ട് പറയുന്നത്. ബി മീൻസ് ബാക്ക്ഗ്രൗണ്ട്, അതായത് പേഷ്യന്റിന്റെ പാസ്റ്റ് ഹിസ്റ്ററി, അല്ലെങ്കിൽ പേഷ്യന്റ് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇപ്പൊ അഡ്മിറ്റ് ആയിരിക്കുന്നത്, സർജറി എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് എത്ര ദിവസമായി എന്നുള്ള പ്രസന്റ് ആൻഡ് പാസ്റ്റ് ഹിസ്റ്ററി കാര്യങ്ങളാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അസസ്മെന്റിനകത്ത് നമുക്ക് പേഷ്യന്റ് വൈറ്റൽ സയൻസ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഈ പേഷ്യന്റിനെ കുറിച്ച് കൺസേൺ ആണ്, നമ്മൾ ഇത്ര വൈറ്റൽ സയൻസ് അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഈ പേഷ്യൻസിന് ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ അസസ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ റെക്കമെൻഡേഷൻ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പെയിൻ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവരോട് സജസ്റ്റ് ചെയ്യാം, ഏതെങ്കിലും ഒരു പെയിൻ മെഡിക്കേഷൻ നമുക്ക് സജസ്റ്റ് ചെയ്യാവോ എന്നുള്ളത് നമുക്ക് നമ്മുടെ ഡോക്ടറിന്റെ അടുത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും പെയിൻ ടീമിന്റെ അടുത്തോ നമുക്ക് ചോദിക്കാം. അതൊരു ചെറിയൊരു എക്സാമ്പിൾ ആണ്. സോ ഇതാണ് ഇസ്ബാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. To discuss about the first station of OSCE, that is physiological assessment. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത്, ഒരു പേഷ്യന്റിനെ കിട്ടുവാണെങ്കിൽ നമ്മൾ ആ പേഷ്യന്റിന്റെ വൈറ്റൽ സയൻസ് എടുക്കുകയാണ്. അതായത് പേഷ്യന്റിന്റെ ടെമ്പറേച്ചർ, ബ്രീത്തിങ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. സോ ഇതിന് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് A to E അസസ്മെന്റ്. ഈ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ പേഷ്യന്റിനെ അസസ് ചെയ്യുന്നത്. A to E മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ, ഡിസബിലിറ്റി ആൻഡ് എക്സ്പോഷർ. ഇതാണ് A to E അസസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിപ്പോ ഈ ഒരു പേഷ്യന്റിന്റെ അടുത്ത് ചെന്നു, ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം, നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണം. നമ്മൾ പേഷ്യന്റിന് പ്രൈവസി കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് എന്ന് നോക്കണം. നമ്മൾ ഏതൊരു പ്രൊസീജിയർ ചെയ്യുന്നതിനേക്കാളും മുമ്പ് നമ്മൾ പേഷ്യന്റിന്റെ അടുത്ത് നമ്മൾ പെർമിഷൻ ചോദിക്കണം. ക്യാൻ ഐ ഡു ദിസ് പ്രൊസീജിയർ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പെർമിഷൻ സീക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം. ദെൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, നമ്മൾ ആരാണ്, എന്താണ് എന്നുള്ള കാര്യങ്ങൾ പേഷ്യന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യുന്നത് പേഷ്യന്റ് കറക്റ്റ് പേഷ്യന്റ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പേഷ്യന്റിന്റെ ID ബാൻഡ് നമ്മൾ ചെക്ക് ചെയ്യണം. നമ്മൾ പേഷ്യന്റിന്റെ നെയിമും അവരുടെ ഏജും അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. എന്നിട്ട് നമ്മളത് ID ബാൻഡ് വെച്ച് ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് പേഷ്യന്റ് ആണ് എന്ന് ഉറപ്പുവരുത്തണം. വൺസ് നമ്മൾ നമ്മുടെ വൈറ്റൽ സയൻസ് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ചാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുന്നത് EWS ചാർട്ടിലാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വൺസ് നമ്മളിപ്പോ ഏതാണ് ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് നമ്മുടെ ചാർട്ടിലോട്ട് റെക്കോർഡ് ചെയ്യണം. അത് എല്ലാം കഴിഞ്ഞിട്ടല്ല നമ്മൾ ചാർട്ട് ചെയ്യേണ്ടത്. ഓരോന്നും അപ്പപ്പോ എടുക്കുന്ന റെക്കോർഡിങ്സ് അപ്പപ്പോ തന്നെ നമ്മൾ ചാർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ ഈ ഒരു ചാർട്ടിനകത്ത് നമ്മൾ എക്സ്കലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു സ്കോർ അനുസരിച്ചിട്ടാണ്. അപ്പൊ ഞാൻ ഇതിനകത്ത് ഒരു ചാർട്ട് കൊടുക്കുന്നുണ്ട്. ആ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കാര്യം, ഈ ഒരു പേഷ്യന്റിന്റെ കണ്ടീഷൻ എസ്കലേറ്റ് ചെയ്യേണ്ടത്, പ്രോപ്പർ വേയിൽ എങ്ങനെയാണ് എസ്കലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനിവിടെ ഒരു ചാർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഗോ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ വൺസ് ഒരു പേഷ്യന്റിന് ഞാനിപ്പോ
നമ്മൾ വൈറ്റൽ സയൻസിനകത്ത് നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് ടെമ്പറേച്ചർ, റെസ്പിറേഷൻ, പൾസ് റേറ്റ്, സാച്ചുറേഷൻ, ബ്ലഡ് പ്രഷർ ആൻഡ് പേഷ്യന്റ് അലേർട്ട് ആണോ, കോൺഷ്യസ് മീൻസ് ആ ഒരു കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യണത്. അപ്പോ ഇതനുസരിച്ചിട്ട് ഇപ്പൊ നമ്മള് ടെമ്പറേച്ചറും എല്ലാ കാര്യങ്ങളും നോർമൽ ആണെങ്കിൽ അത് വരുന്നത് വൈറ്റ് ലൈനിലാണ്, അത് 0 ആണ് മീൻ ചെയ്യുന്നത്. പേഷ്യന്റിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ, ഇപ്പോ സ്കോർ 1 ആണെങ്കിൽ, അതായത് റെസ്പിറേഷൻ 9 to 11 ആണെങ്കിൽ അത് നമ്മൾ സ്കോർ 1 എന്നാണ് പറയുന്നത്, അത് യെല്ലോ ലൈൻ ആയിരിക്കും. അതുപോലെ തന്നെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ച്, അതുപോലെ റെഡ് സ്കോർ 3 ആണ്, ബ്ലൂ മെറ്റ്കോള്, ഇതാണ് നമ്മുടെ കളറ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്, ആ ഒരു EWS ചാർട്ടിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതനുസരിച്ചിട്ട് നമുക്ക് ഏതാണോ നമുക്ക് കിട്ടുന്നത് ആ മെഷർമെന്റ് അല്ലെങ്കിൽ ആ ഒരു ഡീറ്റെയിൽ നമ്മൾ ഈ ഒരു ചാർട്ടിലോട്ട് റെക്കോർഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ പേഷ്യന്റിന്റെ കണ്ടീഷൻ എസ്കലേറ്റ് ചെയ്യേണ്ടതാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മൾ എസ്കലേറ്റ് ചെയ്യും. ഞാനിപ്പോ ഒരു സിനാരിയോ ആണ് പറയുന്നത്, അപ്പൊ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ആവും. അപ്പോ ഇപ്പൊ ഒരു കൺസിഡർ ഒരു ആസ്മാറ്റിക് പേഷ്യന്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു വൈറ്റൽ സയൻസ് ആണ് ഞാനിപ്പോ പറയുന്നത്. റെസ്പിറേഷൻ 24, SpO2 94 വിത്ത് ഓക്സിജൻ ആൻഡ് ടെമ്പറേച്ചർ നോർമൽ ആണ്, ബ്ലഡ് പ്രഷർ 120 ആൻഡ് 120/80, then heart rate 100, level of consciousness like patient is alert ആണ്. സോ ഈ ഒരു വൈറ്റൽ സയൻസ് അനുസരിച്ച് നമ്മൾ ഇതിന്റെ ഒരു സ്കോർ അല്ലെങ്കിൽ ഇത് നമ്മൾ നമ്മുടെ EWS ചാർട്ടിൽ റെക്കോർഡ് ചെയ്യും. ഇപ്പോ പേഷ്യന്റിന് റെസ്പിറേഷൻ 24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്കോർ വരുന്നത് 2 ആണ്, കാരണം റെസ്പിറേഷൻ കൂടുതലാണ്. സോ നമ്മൾ അതിന് കൊടുക്കുന്ന സ്കോർ 2 ആണ്. ഈ കാര്യങ്ങൾ ഞാനിപ്പോ ഇതിനകത്തൊരു ഈ ഒരു ചാർട്ടിനകത്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും. ദെൻ SpO2 94 എന്ന് പറയുമ്പോൾ അതിന്റെ സ്കോർ വരുന്നത് 1, വിത്ത് ഓക്സിജൻ ആയതുകൊണ്ട് പേഷ്യന്റ് ഓക്സിജൻ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സ്കോർ 2 ആണ്. ദെൻ ടെമ്പറേച്ചർ നോർമൽ ആവുമ്പോൾ സ്കോർ 0 ആണ്, ബ്ലഡ് പ്രഷർ 120/80 ആവുമ്പോൾ 0 ആണ്, ഹാർട്ട് റേറ്റ് 100 മീൻസ് പേഷ്യന്റിന്റെ EWS സ്കോറിൽ 1 ആണ് വരുന്നത്. ദെൻ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് പേഷ്യന്റ് അലേർട്ട് ആയതുകൊണ്ട് 0 ആണ്. അപ്പൊ ഇതെല്ലാം കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്കോർ എന്ന് പറയുന്നത് 6 ആണ്. 6 ആണെങ്കിൽ നമ്മൾ EWS സ്കോർ ചാർട്ടിനകത്ത് അത് ഓറഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പേഷ്യന്റിന് 30 മിനിറ്റ്സ് ഇന്റർവെല്ലിൽ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇൻചാർജിന് ഈ പേഷ്യന്റിന്റെ കണ്ടീഷനെ കുറിച്ച് എസ്കലേറ്റ് ചെയ്യണം. സെയിം ടൈം നമ്മുടെ ഹൗസ് ഓഫീസറിനെയും പേഷ്യന്റിനെ കുറിച്ച് നമ്മൾ ഇൻഫോം ചെയ്തിരിക്കണം. പിന്നെ ഫ്രീക്വന്റ്ലി നമ്മൾ മോണിറ്റർ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വൈറ്റൽ സയൻസ് എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഈ ഒരു കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പോ ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ പിന്നെ ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് മാത്രം പറയുന്നതാണ്, കാരണം ഇപ്പോൾ ഓൾറെഡി ഒത്തിരി ഡ്യൂറേഷൻ ആയി. സോ ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറയുന്നതാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാം. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവരതിനകത്ത് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഇതാണ് ഇപ്പോ ഈ ഒരു ഓസ്റ്റിയനെ കുറിച്ച് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ഫിസിയോളജിക്കൽ അസസ്മെന്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ് സ്റ്റേഷനെ കുറിച്ചിട്ടുള്ളൊരു ബ്രീഫ് വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു.